നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ചതിൽ രാഷ്ട്രപതിയുടെ ചോദ്യങ്ങൾ അടങ്ങിയ റഫറൻസ് സുപ്രീം കോടതി പരിഗണിക്കും. ഭരണഘടനാ ബെഞ്ച് ചൊവ്വാഴ്ചയാണ് റഫറൻസ് പരിഗണിക്കുക. സമയപരിധി നിശ്ചയിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ടോ എന്നതുൾപ്പെടെ രാഷ്ട്രപതി ചോദിച്ചിരുന്നു. ഷപ്നയാണ് വിവരങ്ങളുമായി ചേർന്നത്. ഷപ്ന, പറയാം വിവരങ്ങൾ. സേതു, ഈ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ തമിഴ്നാട് അതുപോലെ കേരളം രണ്ട് സംസ്ഥാനങ്ങളായിരുന്നു ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ വൈകുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇതേ തുടർന്നാണ് രാഷ്ട്രപതിയോട് നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഈ ബില്ലുകളിൽ തീരുമാനമെടുക്കണം എന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹർജിയാണ് കോടതി പരിഗണിക്കുന്നത്. നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ചു എന്നുള്ളതായിരുന്നു ഈ സുപ്രീം കോടതി ഉത്തരവിന്റെ കാതൽ. അതിനുശേഷം രാഷ്ട്രപതി നൽകിയ റഫറൻസ് സുപ്രീം കോടതി പരിഗണിക്കാം എന്ന് തീരുമാനിക്കുകയായിരുന്നു. ചൊവ്വാഴ്ചയാണ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ 5 അംഗ ബെഞ്ച് ഇത് പരിഗണിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് ഗവായിക്ക് പുറമെ ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, അതുപോലെ വിക്രംനാഥ്, ജസ്റ്റിസ് PS നരസിംഹ, AS ചന്ദൂർക്കർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് റഫറൻസ് പരിഗണിക്കുന്നത്. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച വിധിയുമായി ബന്ധപ്പെട്ട് 14 വിഷയങ്ങളിൽ വ്യക്തത തേടിയാണ് രാഷ്ട്രപതി കോടതിയെ സമീപിച്ചിരുന്നത്. ഭരണഘടനയുടെ 200, 201 വകുപ്പുകൾ പ്രകാരം നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി ഇല്ലെന്ന് സുപ്രീം കോടതിക്ക് കൈമാറിയ റഫറൻസിൽ രാഷ്ട്രപതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിലാണ് ഭരണഘടനാ ബെഞ്ച് ചൊവ്വാഴ്ച വാദം കേൾക്കുന്നത്. ഓക്കെ, വ്യക്തമാണ്. ഷപ്നയാണ് വിവരങ്ങൾ നൽകിയത് ലീഗൽ ഡെസ്കിൽ നിന്ന്.